ശരിക്കട്ടെ, ഞാൻ റോബിൻസൺ അച്ഛനാണ്. ആഫ്രിക്കയിലെ ഗാന എന്ന ഒരു രാജ്യത്തു നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ ആഫ്രിക്കയിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഏകദേശം 20 വർഷത്തോളമായി കപ്പുച്ചിൻ സഭ ഇവിടെ ഞങ്ങളുടെ മിഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു 14 വൈദികർ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ യഥാർത്ഥ മിഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ പലതരത്തിലുള്ള കാര്യങ്ങൾ സർവീസ് ഇവിടെ ചെയ്യുന്നുണ്ട്. ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങളും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളും, പ്രത്യേകിച്ച് സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസാണ് കൂടുതലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ സഭ ഇവിടെ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം, പള്ളികളൊന്നും തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇല്ലായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് നമ്മുടെ ബലിയർപ്പണത്തിനൊക്കെ ഒരുമിച്ച് കൂടും ചെറിയ ഷെഡുകളിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ അടിയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം പള്ളി നിർമ്മാണം ഏറ്റവും അനിവാര്യമാണ്. കാരണം ഞങ്ങൾക്കിവിടെ മെയിൻ ഒരു പാരീഷും അതിൻ്റെ കീഴിൽ 20 ഔട്ട് സ്റ്റേഷൻസുമാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ അകത്ത് ഞങ്ങളിപ്പോൾ ഒരു 8 പള്ളി നമ്മൾ പണിതു. ദൈവകൃപയാൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടും നിങ്ങളുടെ സ്നേഹം വാത്സല്യം കൊണ്ടൊക്കെ ഞങ്ങൾക്ക് പണിയാൻ സാധിച്ചു. ഇനിയും കുറേ പള്ളികളിലൂടെ പണിയാനായിട്ടുണ്ട്. ഒപ്പം ജനങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒത്തിരിയേറെ പേര് ക്രൈസ്തവ ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ട്രഡീഷണൽ വിശ്വാസമാണ്. പാരമ്പര്യമായിട്ട് അവർ പല നമ്മുടെ ഹിന്ദുയിസം എന്ന് പറയും പോലെ പല രീതിയിൽ അവർ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ക്രൈസ്തവ ജീവിത അന്തരീക്ഷവും സാഹചര്യങ്ങളും കണ്ടിട്ട്, നമ്മുടെ വിശ്വാസം കണ്ടിട്ട് ഒത്തിരിയേറെ പേര് സ്നേഹപൂർവ്വം നമ്മുടെ പള്ളികളിലേക്ക് വരികയും അവർ ക്രിസ്ത്യാനികളാകുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും എല്ലാ വർഷവും ഞങ്ങൾ 1000-ൽ കൂടുതൽ ആളുകളെ ഞങ്ങൾ ജ്ഞാനസ്നാനപ്പെടുത്താറുണ്ട്. ഒപ്പം തന്നെ അത് നമ്മൾ ഫോഴ്സ് ചെയ്താക്കുന്നതല്ല, അവരുടെ ആഗ്രഹപ്രകാരം വരുന്നവരാണ്. അപ്പം ജനങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് വരുന്നു. അതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഒപ്പം തന്നെ നമ്മൾ പള്ളികൾ പണിയണം. ഒപ്പം തന്നെ ജനങ്ങളെ വീണ്ടും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. കൗദാശികപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒത്തിരിയേറെ ബൈബിളുകൾ നമ്മളിവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ബൈബിളുകൾ, പിന്നെ കൊന്ത, അതുപോലെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ. ഇതിനെ സഹായിച്ച ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് മരിയം സൈന്യം വേൾഡിലെ അംഗങ്ങളും അവരുടെ ആ സാന്നിധ്യവും ഒത്തിരിയേറെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ആധ്യാത്മിക തലത്തിലേക്ക് ബൈബിൾ കൊടുക്കുന്നതിന് വേണ്ടിയും, ഒപ്പം കൊന്തകളും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഒത്തിരിയേറെ സഹായം മരിയം സൈന്യം വേൾഡ് ചെയ്തിട്ടുണ്ട്. അവരെ നന്ദിയോടെ ഓർക്കുന്നു. അവരെ സഹായിക്കുന്നവരെ ഓർക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മൾ സാമൂഹിക തലമായിട്ട് നോക്കുമ്പോൾ ഒത്തിരിയേറെ സ്കൂളുകൾ നമ്മൾ പണിയുന്നുണ്ട്. ഒരു 4 സ്കൂളുകൾ നമുക്ക് പോകേണ്ട. ഒന്ന് വളരെ ശക്തമായിട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട്. കുട്ടികൾ ഒത്തിരിയേറെ സന്തോഷത്തോടും സ്നേഹത്തോടും ഇവിടെ വരുന്നു. ഒപ്പം തന്നെ അവരുടെ ഒരു ഇൻ്റഗ്രൽ ഫോർമേഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മൊത്തത്തിൽ അവരുടെ ഇൻ്റലക്ച്വൽ പരമായിട്ടുള്ള, ഒപ്പം തന്നെ ഫിസിക്കൽ പരമായിട്ടുള്ള, എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉന്നമിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ കുട്ടികൾ ഈ സ്കൂളിലേക്ക് കടന്നു വരികയാണ്. ഏകദേശം ഒരു 600 കുട്ടികളോളം ഇപ്പോൾ നമുക്കുണ്ട്. എല്ലാവരും തന്നെ വളരെ ഇൻ്റലക്ച്വൽ ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻസാണ്. പക്ഷേ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ കുറേ കൂടെ നല്ല പേരെടുത്ത് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ഒത്തിരിയേറെ പേരെ നമ്മൾ കുട്ടികളെ സ്പോൺസർ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം മരിയൻ സൈന്യം വേൾഡിൻ്റെ ഫലമായിട്ട് തന്നെ കുറേയേറെ കുട്ടികൾ നമുക്ക് ലഭിച്ചു, സ്പോൺസർഷിപ്പ് ലഭിച്ചു. അപ്പം അതിനും ഞങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർക്കുന്നു, നന്ദി പറയുന്നു. പിന്നെ മറ്റ് തലങ്ങളെന്ന് പറയുന്നത് കോൺ മില്ലുകൾ. നമുക്കൊരു സ്ഥലത്ത് അവരുടെ ഫുഡ് ഐറ്റംസ് അവർ ഗ്രൈൻഡ് ചെയ്യുന്നത് ഈ കോൺ മില്ലിലൂടെയാണ്. മില്ല് ഇല്ലാത്തതിൻ്റെ അവസ്ഥകൾ പല വില്ലേജുകളിലും ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കുറേയേറെ മില്ലുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കോൺ മില്ല് മരിയൻ സൈന്യം വേൾഡിലും തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വെള്ളം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവിടെ. വെള്ളത്തിൻ്റെ സ്കേഴ്സിറ്റി വളരെ രൂക്ഷമാണ്. നമ്മളതുകൊണ്ട് ബോർവെല്ലുകൾ പലയിടത്തും സ്ഥാപിക്കുന്നുണ്ട്. ആ ബോർവെല്ലിൽ തീർച്ചയായിട്ടും ഒരു വില്ലയിൽ നമ്മൾ സ്ഥാപിക്കുമ്പോൾ ഒത്തിരിയേറെ കുട്ടികൾക്ക് അത് ഉപകാരപ്രദമായി മാറും. നല്ല വെള്ളം അവർക്ക് ലഭിക്കും. ശുചിത്വമായിട്ടുള്ള വെള്ളം ലഭിക്കുമ്പോൾ മാത്രമേ ആരോഗ്യത്തിന് നല്ലതാകത്തുള്ളൂ. അല്ല എങ്കിൽ എല്ലാവർക്കും തന്നെ ആരോഗ്യ പ്രശ്നമുണ്ട്. കാരണം മോശമായിട്ടുള്ള വെള്ളം, കുടിയുള്ള മഴവെള്ളമോ അല്ലെങ്കിൽ റോഡിൽ കിടക്കുന്ന വെള്ളം, അല്ലെങ്കിൽ ഒരു കുഴിയിൽ കിടക്കുന്ന വെള്ളമൊക്കെയാണ് അവർ എടുത്തുകൊണ്ട് പോകുന്നത്. അവർ നിത്യ
ഉപയോഗത്തിനൊക്കെ. പക്ഷേ ഈ ബോർവെല്ലുകൾ നമ്മൾ സ്ഥാപിക്കുമ്പോൾ നല്ല വെള്ളം അവർക്ക് ലഭിക്കുന്നു. അവർ അതിൽ സംതൃപ്തരാണ്, സന്തോഷവാന്മാരാണ്. ഒപ്പം തന്നെ ഇത് ചെയ്യുന്ന എല്ലാവരെയും അവർ ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹായ സാന്നിധ്യത്തിനും, പ്രത്യേകിച്ച് മരിൻ സൈന്യം വേൾഡ് നമുക്ക് ബോർഹോളൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. സഹായ സഹകരണങ്ങൾക്കൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം സമൃദ്ധമായിട്ട് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും വീണ്ടും ഞങ്ങളെ സഹായിക്കുക. ഒത്തിരിയേറെ നന്മകൾ നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. മരിൻ സൈന്യം വേൾഡിലെ എല്ലാ വ്യക്തികളെയും ഓർക്കുന്നു. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.